ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നൊരു കളർഫുൾ ദോശയാണ് കേട്ടോ ചെയ്യുന്നത്. ക്യാരറ്റും ബീറ്റ്റൂട്ടൊക്കെ ഇട്ടുള്ളൊരു ദോശയാണ്. അപ്പോൾ അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടി ഇപ്പോൾ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ ഞാനിപ്പോൾ ആ പാത്രത്തിലെടുത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ 1 കപ്പ് മൈദയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ 1/2 കപ്പിൻ്റെ മെഷർമെൻറ്റ് കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അരയുടെ 2 കപ്പ്, അങ്ങനെ 1 കപ്പ് മൈദയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ 1 കപ്പ് ഗോതമ്പും 1 കപ്പ് മൈദയും ചേർക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഈ ബാറ്ററിന് ആവശ്യമുള്ള ഉപ്പ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ 1/4 കപ്പ് തൈര്, അപ്പോൾ തൈരും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് ഉപ്പും തൈരും നന്നായി ഒന്ന് പൊടിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് ഒരു 1/2 കപ്പ്, പിന്നെ 1/2 കപ്പ് ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തതാണ് കേട്ടോ അതൊക്കെ. പിന്നെ ക്യാബേജും പൊടിയായി അരിഞ്ഞ ക്യാബേജ് 1/2 കപ്പ്, ഇതും കൂടി ഇട്ടിട്ട് നന്നായി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിനേക്ക് ദോശമാവിൻ്റെ ഒരു അളവിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 കപ്പിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ തന്നെയാണ് ഞാൻ വെള്ളം എടുക്കുന്നത്. അതിലേക്ക് 1 കപ്പ് ഇപ്പോൾ വെള്ളം ഒഴിച്ചു, 1.5 കപ്പ് ഞാൻ വെള്ളം ടോട്ടൽ ഒഴിച്ചു. നമുക്കൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നോക്കി നോക്കാം ഇനി എത്ര വേണ്ടി വരും എന്നുള്ളത്. ഒരു 1/2 കപ്പും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ 2 കപ്പ് വെള്ളം ഇപ്പോൾ ഒഴിച്ചിട്ടുള്ളത്. നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നമുക്ക് കലക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു 1/2 hour റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒന്ന് വെക്കണം. വെച്ചിട്ട് നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ രാവിലെ തന്നെ അങ്ങനെ ഉണ്ടാക്കി, ഇപ്പോൾ എല്ലാ വെജിറ്റബിൾസൊക്കെ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലെ തന്നെ ഇത് മിക്സ് ചെയ്ത് ഒരു 1/2 hour വെച്ച് ഉണ്ടാക്കിയെടുക്കാം. ഞാനൊരു ഈ ഒരു 1/2 കപ്പിൽ വെള്ളം എടുത്തിട്ട് ഒരു 1/4 കപ്പ് വെള്ളം ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം, ആവശ്യമുണ്ടോ ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചാൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ടോട്ടൽ 2.25 കപ്പ്, ഇത്ര വെള്ളം മതിയാവും കേട്ടോ. അപ്പോൾ ടോട്ടൽ ഞാൻ 2.25 കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. പിന്നെ അതിലേക്ക് പൊടിയായി അരിഞ്ഞ് വെച്ച ഇഞ്ചിയുടെ ചെറിയൊരു കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായി ഒന്ന് യോജിപ്പിക്കാം. എന്നിട്ട് ഒരു 1/2 hour റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് വെക്കണം. അപ്പോൾ അതെല്ലാം നമുക്ക് രാവിലെ തന്നെ ഉണ്ടാക്കുമ്പോൾ ഇതൊക്കെ അരിഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ തലേദിവസം തന്നെ കലക്കി, ഞാൻ ചിലപ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട്, തലേദിവസം കലക്കി ബാറ്ററൊക്കെ റെഡിയാക്കി ഫ്രിഡ്ജിൽ വെക്കും. എന്നിട്ട് രാവിലെ ചുടുന്നതിന് കുറച്ച് മുന്നായിട്ട് പുറത്തെടുത്ത് വെച്ചിട്ട് ചുട്ടെടുക്കാറാണ്, ചിലപ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ ദോശച്ചട്ടി നന്നായി ചൂടായതിന് ശേഷം തീയൊന്ന് കുറച്ച് വെച്ചിട്ട് ഇത് മാവ് ഒഴിച്ച് പരത്തിയെടുക്കുക. എന്നിട്ട് കുറച്ച് നെയ്യോ വെളിച്ചെണ്ണ എന്തെങ്കിലും നമുക്കിതിന് മുകളിൽ ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ടൊന്ന് അടി മുരിഞ്ഞ് വരുമ്പോൾ നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡും, അപ്പോൾ ആ വെജിറ്റബിളൊക്കെ ഉള്ള സൈഡ് ഒന്നും കൂടി നല്ലോണം ഒന്ന് മൊരിയണം കേട്ടോ. അപ്പോൾ ആ വെജിറ്റബിളൊക്കെ ഈ ആവിയിൽ കിടന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. അത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റും ഉണ്ട്, കാണാനും നല്ലൊരു കളറുമാണ്, പിങ്ക് കളറായിട്ട്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവർ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കണം. ഇതുപോലെ നമുക്ക് എല്ലാ ദോശയും ചുട്ടെടുക്കാം. അപ്പോൾ എപ്പോഴും പരത്തുന്ന നേരത്തെ തീയൊന്ന് കുറച്ച് വെച്ചിട്ടാണ് കേട്ടോ പരത്താൻ. എന്ന് വെച്ചാൽ ഭയങ്കര ചൂടിലാണ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിത് പരത്തുമ്പോൾ ഈ കയ്യിൽ തന്നെ നമ്മുടെ മാവ് ഒട്ടിപ്പിടിക്കും. അപ്പോൾ ദോശക്കല്ല് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇരുമ്പിൻ്റെ ദോശക്കല്ലിൽ ചുട്ടാൽ മതി. അപ്പോൾ നോൺ സ്റ്റിക്ക് എൻ്റെ കയ്യിൽ ഇപ്പോൾ അതില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ നോൺ സ്റ്റിക്കിലാണ് ചുട്ടെടുക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ഏതുള്ളതെന്ന് വെച്ചാൽ അതിൽ ചുട്ടെടുക്കാം, കുഴപ്പമൊന്നുമില്ല. എന്നിട്ടൊരു മൊരിച്ചെടുക്കാം, 2 സൈഡും ചെറുതായി ഒന്ന് മൊരിച്ച് എടുക്കാം. ബാക്കിയുള്ള മാവും നമുക്കിതുപോലെ ചുട്ടെടുക്കാം. അപ്പോൾ ഉണ്ടാക്കാത്തവർ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കാം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.